ഏറ്റവും പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ വീണ്ടും നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫസിൽ സാർ വയസ്സുള്ള കലകളെ പഞ്ചാര കുഞ്ചുകൾ വളരെ ചെറിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു ഈ സ്പൈനൽ കോഡില്ലേ, സ്പൈനൽ കോഡിന്റെ ചിത്രത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരും എന്നുള്ളത്. അപ്പൊ ഞാനൊരു ചോദ്യവുമായിട്ട് തുടങ്ങാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഐഡന്റിഫൈ ദ പിക്ചർ, ഈ ചിത്രം ഏതാന്ന് തിരിച്ചറിയാം. ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നെയാണ് അതിന്റെ പേര്. എന്താ പേര്? സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്ന. സ്പൈനൽ കോഡിന്റെ ഒരു ക്രോസ് സെക്ഷൻ, ഒരു ഛേദം, സുഷുമ്നയുടെ ഒരു ഛേദം അല്ലെങ്കിൽ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്ന, അതാണ് ഇയാള്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതായത് ഇതിന്റെ ഓരോ ഭാഗങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് അടയാളപ്പെടുത്താൻ ചോദിക്കും. അത് പലപ്പോഴും പല ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അത് മാറാതിരിക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. തുടങ്ങാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ചിത്രം മൊത്തത്തിൽ തന്നിട്ട് ഇതെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഇത് സ്പൈനൽ കോഡിന്റെ ക്രോസ് സെക്ഷൻ, സുഷുമ്നയുടെ ഛേദമാണെന്ന് പറയണം. സുഷുമ്നയുടെ ഛേദമാണെന്ന് പറയണം. ഇനി ഇവിടെ അടുത്തത് ചോദിക്കാൻ ചാൻസ് ഉള്ള എന്താന്ന് ചോദിച്ചാൽ, ഈ നടുവിലൊരു ഓട്ട ഉണ്ട്, നടുവിലൊരു ഓട്ട. ആ ഓട്ട എന്താന്ന് ചോദിക്കും. സിമ്പിൾ ആണ്. ആ ഓട്ട എന്താണ്? സെൻട്രൽ കനാൽ. എന്താണ്? സെൻട്രൽ കനാൽ. സ്വാഭാവികമായിട്ടും ബുദ്ധി വെച്ച് പറയും, കനാലിൽ എന്താ ഉണ്ടാവുക? വാട്ടർ ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഓട്ടന്റെ ഉള്ളിലും ഈ സെൻട്രൽ കനാലിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഉണ്ടാവുക. ഇവിടെയുള്ള ഫ്ലൂയിഡ് ഏതാ ഫ്ലൂയിഡ്? CSF അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഏത് ഫ്ലൂയിഡ് ഉണ്ടാവുക? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അതായത് നമ്മളെ സുഷുമ്നന്റെ നടുവിൽ ഒരു ഓട്ടയുണ്ട്, അതാണ് സെൻട്രൽ കനാൽ. കനാലിൽ എന്താ ഉണ്ടാവുക? ഫ്ലൂയിഡ് ഉണ്ടാവുക. അപ്പൊ ഇവിടെയുള്ള ഫ്ലൂയിഡിന്റെ പേര് എന്താന്ന് ചോദിച്ചാൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ അല്ലേ? സെറിബ്രോ സ്പൈനൽ ദ്രവം. അപ്പൊ അത് പഠിച്ചു. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗം നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ പറയണം അത് സെൻട്രൽ കനാലാണ്. ആ സെൻട്രൽ കനാലിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിന്റെ പേര് ചോദിച്ചാൽ നിങ്ങൾ പറയണം സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇതേ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എവിടെയുണ്ട്? സെറിബ്രത്തിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ, മസ്തിഷ്കത്തിലും ഈ സാധനം കാണപ്പെടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി പഠനം അടുത്തത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്ന് വെച്ചാൽ, മുകളിലുള്ള ഈ റൂട്ട് അത് ഡോർസൽ റൂട്ട്, താഴെയുള്ള ഈ റൂട്ട് അത് വെൻട്രൽ റൂട്ട്. മുകളിലുള്ള റൂട്ട് ഡോർസൽ റൂട്ട്, താഴെയുള്ള റൂട്ട് വെൻട്രൽ റൂട്ട്. അതും അങ്ങോട്ടും ഇങ്ങോട്ടും പല ആളുകൾക്കും മാറും. പേടിക്കരുത്, സ്കീമുണ്ട്, ബുദ്ധിയുണ്ട്, ഉടായ്പ ബുദ്ധിയുണ്ട്. ഉടായ്പ ബുദ്ധിയുണ്ട്. എടാ, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യം D ആണോ V ആണോ? ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യം D ആണോ V ആണോ? D ആണ്. സോ മുകളിൽ ഡോർസൽ, താഴെ വെൻട്രൽ. സിമ്പിൾ, കിട്ടി. അത്രേ ഉള്ളൂ. അത്ര ആലോചിച്ചാൽ മതി. മുകളിൽ ഡോർസൽ, താഴെ വെൻട്രൽ. കാരണം ഫസ്റ്റ് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ D ആണ്, പിന്നെയാണ് V. അപ്പൊ അത് കഴിഞ്ഞു. സന്തോഷം, സമാധാനം. ഓക്കെ, ഹാപ്പി. എന്നാ ഞാൻ അടുത്തത് ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ഉള്ളിലുള്ള സാധനം ഗ്രേ മാറ്റർ, പുറത്തുള്ള സാധനം വൈറ്റ് മാറ്റർ. അപ്പൊ ചില പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഇങ്ങനെ പഠിച്ചു പോകും. ഓറഞ്ച് കളറിലുള്ളത് വൈറ്റ് മാറ്റർ, ഗ്രേ കളറിലുള്ളത് ഗ്രേ മാറ്റർ, ഓറഞ്ച് കളറിലുള്ള വൈറ്റ് മാറ്റർ, ഗ്രേ കളറിലുള്ള ഗ്രേ മാറ്റർ. അത് ഇങ്ങനെ പാടി പഠിച്ചോ. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെക്കണം, പെട്ടുപോകും. അപ്പൊ അങ്ങനെ പഠിച്ചു വരുതി. വേറൊരു സ്കീമുണ്ട്, ബുദ്ധി വെച്ച് പറയാം. ഇപ്പൊ നമ്മളെ വീടിന്റെ ഒക്കെ ചുമരുണ്ട്, അല്ലെങ്കിൽ വേണ്ട ഏത് ബിൽഡിംഗ് ആണെങ്കിലും അതിന് ചുമരുണ്ടാവും. ആ ചുമരിന്റെ ഉള്ളിൽ എന്തുണ്ട്? സിമെന്റ് ഉണ്ട്. ഏത് ചുമരാണെങ്കിലും ആ ചുമരിന്റെ ഉള്ളിൽ എന്തുണ്ട്? സിമെന്റ് ഉണ്ട്. സിമെന്റിന്റെ കളർ എന്താ? ഗ്രേ കളറ്. അപ്പൊ ഉള്ളിലുള്ള സാധനത്തിന്റെ കളർ എന്താ? ഗ്രേ കളറ്. അപ്പൊ ഉള്ളിലുള്ള മാറ്റർ ഗ്രേ മാറ്റർ. അപ്പൊ പിന്നെ പുറത്തുള്ള മാറ്റർ വൈറ്റ് മാറ്റർ. അത്രേ ഉള്ളൂ. ഉള്ളിലുള്ള സാധനത്തിന്റെ കളർ ഗ്രേ ആണ്, അതുകൊണ്ട് ഗ്രേ മാറ്റർ. സിമെന്റ് ഗ്രേ ആണ്, സോ ഗ്രേ കളർ. ഇത് ഗ്രേ മാറ്റർ, പുറത്തുള്ളത് വൈറ്റ് മാറ്റർ. ഉള്ളിലുള്ളത് ഗ്രേ മാറ്റർ, പുറത്തുള്ളത് വൈറ്റ് മാറ്റർ. അതും കിട്ടിയില്ലേ? സന്തോഷമായില്ലേ? സമാധാനമായില്ലേ? ഓക്കെ, ഇനി വെറുതെ ഒരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് പറയാം. സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ലിന്റെ ഉള്ളിലാണ് ആരുണ്ടാവുക? സ്പൈനൽ കോഡ് ഉണ്ടാവുക. നമ്മളെ മസ്തിഷ്കം എവിടെ ഉണ്ടാവുക? തലയോട്ടിന്റെ ഉള്ളിലാണ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ സ്പൈനൽ കോഡ് എവിടെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്? നട്ടെല്ലിന്റെ ഉള്ളിലാണ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ സ്പൈനൽ കോഡിൽ നിന്ന് എത്ര നെർവ്സ് പാസ് ചെയ്യുന്നുണ്ട്? 31 നെർവ്സ്. എത്ര നെർവ്സ്? 31 നെർവ്സ്. അതേസമയം സെറിബ്രത്തിൽ നിന്ന്, തലച്ചോറിൽ നിന്ന്, മസ്തിഷ്കത്തിൽ നിന്ന് എത്ര നെർവ്സ് പുറത്തു പോകുന്നുണ്ട്? അത് 12 ആണ്. അതായത് ക്രേനിയൽ നെർവ്സ് 12 എണ്ണം, സ്പൈനൽ നെർവ്സ് 31 എണ്ണമാണ്. സ്പൈനൽ നെർവ്സ് എത്ര എണ്ണമാണ്? 31 ആണ്. അതും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അതിനും ഇതിന്റെ അടുത്തൊരു ബുദ്ധിയുണ്ട്. എന്താണ്? നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട് കാർബൺ 12 കുറിച്ച്, അല്ലേ? കെമിസ്ട്രിയിൽ ഒരു കാർബൺ 12 കുറിച്ച് പഠിക്കുന്നുണ്ട്. അങ്ങനെ ആലോചിച്ചാൽ മതി. കാർബൺ 12, അപ്പൊ ക്രേനിയൽ നെർവ്സ് 12, അപ്പൊ സ്പൈനൽ നെർവ്സ് 31. അങ്ങനെ എന്റെ മുത്തുമണികൾ എന്ത് ചെയ്യണം? ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. റൈറ്റ് എനി 2 ഫംഗ്ഷൻസ് ഓഫ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്നന്റെ ഏതെങ്കിലും രണ്ട് ധർമ്മം, ആ ധർമ്മം എന്ത് ചെയ്യുക? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്റെ മുത്തുള്ള കലകളെ പഞ്ചാര കുഞ്ചുകളെ ഗുഡ് ബൈ.